ബ്യൂട്ടിഫുൾ ഓർഗൻസ ഫാബ്രിക് ആണ് ഇന്ന് വരുന്നത്. ഓർഗൻസയിൽ ഫുൾ ബോഡിയിലും ആപ്ലിക്കോക്കിലാണ് സാരി. സാരിയുടെ കളർ പറയുകയാണെങ്കിൽ സോഫ്റ്റ് ബേബി പിങ്ക് ആണ്, പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. അതിൽ ഈ ഒരു സ്റ്റൈലിൽ ഒരു ഓഫ് വൈറ്റിൽ ഫ്ലോറൽ പാറ്റേണിലാണ് ആപ്ലിക്കോക്ക് വരുന്നത്. ഫുൾ സാരിയിലും പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും വരുന്നത്. ആ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് സ്കാലപ്പിലായിരിക്കും ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ആപ്ലിക്കോക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് സ്കാലപ്പ് ബോർഡർ. മുന്താണിയെല്ലാം സെയിം ഇതേ സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത്. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നതും ഈ ഒരു പേസ്റ്റൽ ബേബി പിങ്കിൽ വൈറ്റ് ഫ്ലോറൽ മോട്ടീവ്സ് ആണ്. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സ്മോൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുമ്പോൾ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് ഓർഗൻസ സാരി വരുന്നത് നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ബേസ് വരുന്നത് പേസ്റ്റൽ യെല്ലോ ആണ്. ഓഫ് വൈറ്റ് തന്നെ സെയിം അതേ പാറ്റേൺ തന്നെയാണ്. എനിക്ക് ഫ്ലോറൽ ആപ്ലിക്കോക്കിൽ തന്നെ ആയിരിക്കും ഫുൾ സാരി വന്നിട്ട് സ്കാലപ്പ് ബോർഡർ, ബ്ലൗസ് ഈ ഒരു പാറ്റേണിലാണ്. ഒരു സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സ് ആണ്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം ഡിസൈൻ സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും ആപ്ലിക്കോക്ക് വരുന്നത്. കളർ പാലറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഒരു പേസ്റ്റൽ മിൻ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. അതിലും അതേ ഓഫ് വൈറ്റിൽ തന്നെ ഫ്ലോറൽ ആപ്ലിക്കോ വിത്ത് സ്കാലപ്പ് ബോർഡർ, റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആപ്ലിക്കോക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് എല്ലാ സാരീസിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ഒരു ബ്ലെൻഡഡ് ഷെയ്ഡാണ്. ഐവറിയാണ് സാരിയുടെ കളർ വരുന്നത്. അതിലൊരു ലൈറ്റ് പിങ്ക് കൂടി ടിൻറ്റഡ് ആണ്. ഒരു ഗ്രേയും പിങ്കും എല്ലാം ടിൻറ്റഡ് ആണ് ഈ ഒരു ഷെയ്ഡിൽ വരുമ്പം. എക്സാക്ട് ഒരു ഐവറി ഷെയ്ഡ് അല്ല, ബ്ലെൻഡഡ് ടോണിൽ തന്നെ സാരി വരുന്നത്. അതിലും അതേ ഫ്ലോറൽ പാറ്റേണിലാണ് ആപ്ലിക്കോക്ക് വന്നിട്ട് സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ, ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും ആ ഒരു സോഫ്റ്റ് ബേബി പിങ്ക് തന്നെ സാരി വരുന്നത്. ആ ഒരു ഫ്ലോറൽ ആപ്ലിക്കോക്കിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം സെയിം തന്നെ. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ആപ്ലിക്കോക്ക് വരുന്ന സാരിയിൽ. സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ, പല്ലു, ബ്ലൗസ് വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെയാണ്. അതേ ആ ഒരു ഫ്ലോറൽ ബുട്ടി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം സ്റ്റൈൽ ആപ്ലിക്കോക്ക് തന്നെ പേസ്റ്റൽ യെല്ലോ ആണ്. ഒരു ടിൻറ്റഡ് യെല്ലോ ആണ് സാരിയുടെ ബേസ് വന്നിട്ട്. ഓഫ് വൈറ്റിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ആ ഒരു ആപ്ലിക്കോക്ക് വിത്ത് സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ, ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ മിൻ ഗ്രീൻ ആണ്. ഒരു ടിൻറ്റഡ് മിൻ ഗ്രീൻ ആണ്. എല്ലാ സാരീസും ഒരു ടിൻറ്റ് വരുന്നുള്ളൂ, കാരണം വളരെ പേസ്റ്റൽ സോഫ്റ്റ് കളറിലാണ് വരുന്നത്. ഇതിന് മുൻപത്തെ സാരിയിലും ഞാൻ പറഞ്ഞത് പേസ്റ്റൽ യെല്ലോ ആണ് പറഞ്ഞത്. പക്ഷെ അത് യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പീച്ച് ബ്ലെൻഡഡ് യെല്ലോ ആണ്. പീച്ചിഷ് യെല്ലോ ആയിരുന്നു കേട്ടോ ഇതിന് മുൻപ് കാണിച്ച സാരി വരുന്നത്. ടിൻറ്റ് പീച്ച് വന്നിട്ടായിരുന്നു ഒരു യെല്ലോ ബ്ലെൻഡഡ് ഷെയ്ഡിലായിരുന്നു വന്നത്. ഇത് വരുമ്പം ഒരു ടിൻറ്റഡ് മിൻറ്റിലാണ്, മിൻ ഗ്രീൻ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ ഓഫ് വൈറ്റ് തന്നെയാണ്. ആ ഒരു ആപ്ലിക്കോക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ പാറ്റേൺ വിത്ത് റണ്ണിങ് ബ്ലൗസ്. ഈ സാരി വരുമ്പോൾ പേസ്റ്റൽ പീച്ച് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. പീച്ച് ആൻഡ് വൈറ്റ് തന്നെ സാരിയുടെ കോമ്പിനേഷൻ. സെയിം സ്റ്റൈൽ ഫ്ലോറൽ ആപ്ലിക്കോക്ക്. നെക്സ്റ്റ് കളർ ആ ഒരു ടിൻറ്റഡ് ഐവറി ക്രീമാണ് സാരിയുടെ ബേസ് വരുന്നത്. സെയിം സ്റ്റൈൽ ഫ്ലോറൽ ആപ്ലിക്കോക്ക് വിത്ത് റണ്ണിങ് ബ്ലൗസ്. അടുത്ത സാരിയും സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് തന്നെ സാരി വരുന്നത്. അതിന്റെ ആ ഒരു ആപ്ലിക്കോക്കിന്റെ പാറ്റേണിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഫുൾ സാരി എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് സ്കാലപ്പിൽ തന്നെയായിരിക്കും. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ലൈറ്റ് പീച്ച് ബ്ലെൻഡഡ് യെല്ലോ ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ആപ്ലിക്കോ വിത്ത് റണ്ണിങ് പല്ലു. നെക്സ്റ്റ് കളർ പേസ്റ്റൽ മിൻ ഗ്രീൻ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിലും ഓഫ് വൈറ്റിൽ തന്നെ ആ ഒരു ഫ്ലോറൽ ആപ്ലിക്കോ, റണ്ണിങ് പല്ലു, ആ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും വിത്ത് ബ്ലൗസ്. പേസ്റ്റൽ പീച്ച് ആണ് അടുത്ത കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആപ്ലിക്കോക്ക് എല്ലാം സെയിം പാറ്റേൺ. ഓർഗൻസ് ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. വിത്ത് സ്കാലപ്പ് ഫിനിഷ് ബോർഡർ ആൻഡ് എംബ്രോയിഡറി വർക്കിലായിരിക്കും വിത്ത് ബ്ലൗസ്. ഓർഗൻസ ഫാബ്രിക്കിൽ ഫുൾ ബോഡി ഫ്ലോറൽ ആപ്ലിക്കോക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതും ആ ഒരു ഐവറി ക്രീം ആണ് സാരിയുടെ ബേസ്. ഫ്ലോറൽ പാറ്റേൺ തന്നെ സെയിം സ്റ്റൈൽ, സ്കാലപ്പ് ഫിനിഷ് ബോർഡർ, റണ്ണിങ് പല്ലു, ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലുള്ള ബുട്ടി വർക്കിലായിരിക്കും എല്ലാ സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്.